കുറച്ച് നാളായിട്ട് എൻ്റെ കയ്യിലേക്ക് വരുന്നത് റൊമാൻറ്റിക് നോവലുകളാണ്. എനിക്ക് തോന്നുന്നു ഒരു ത്രില്ലർ നോവലോ ഒരു കുറ്റാന്വേഷണ നോവലോ അല്ലെങ്കിൽ ഒരു അനുഭവക്കുറിപ്പോ യാത്രാ വിവരണമോ ഒക്കെ എഴുതുന്നതിനേക്കാൾ എളുപ്പമായിരിക്കാം ഒരു റൊമാൻറ്റിക് നോവൽ എഴുതാനായിട്ട്. കാരണം അത് നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരുടെ ജീവിതത്തിലോ ഒക്കെ സംഭവിച്ചിട്ടുള്ള അനുഭവങ്ങളായിരിക്കും. അതൊക്കെ ചിലപ്പോൾ അക്ഷരങ്ങളാക്കി മാറ്റാൻ ഇവർക്ക് കുറച്ചും കൂടി കംഫർട്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഒരു ആദ്യ നോവലിലൊക്കെ പ്രണയം വിഷയമാക്കി ഇവർ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ എൻ്റെ കയ്യിലെത്തിയ ഒരു റൊമാൻറ്റിക് നോവലാണ് രാഹുൽ ആലങ്കുഴി എഴുതിയ ഇരുധ്രുവങ്ങൾ. ഇതിൽ രാഹുൽ പറയുന്നത് രണ്ടുപേരുടെ പ്രണയങ്ങളാണ്. ഒന്ന് കാശിയുടേതും മറ്റൊന്ന് ആദിത്യന്റേതും. ഇവർ രണ്ടുപേരും ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഒരു സൈക്കോളജിസ്റ്റിനെ മീറ്റ് ചെയ്യാൻ ചെല്ലുമ്പോഴാണ്. സൈക്കോളജിസ്റ്റിനെ മീറ്റ് ചെയ്യാൻ ചെല്ലുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കാണാം ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരാണ് രണ്ടുപേരും. കാശി അതിൽ തുടക്കക്കാരനും ആദിത്യൻ ആ ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ കാശിയെ സംബന്ധിച്ച് സൈക്കോളജിസ്റ്റ് തന്നെ വേണമെന്നില്ല, ഈ തന്റെ മനസ്സിലെ വിഷമങ്ങൾ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞാൽ അവനെ ഓക്കെ ആയി തുടങ്ങും. അപ്പോൾ ആദിത്യനായിരുന്നു നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. അപ്പോൾ ആദിത്യനോട് ഒരു മടിയും കൂടാതെ കാശി എല്ലാം ഓപ്പൺ ആയിട്ട് പറഞ്ഞു. കാശിയുടേത് രണ്ട് പ്രണയങ്ങളായിരുന്നു. ഒന്ന് +2 കാലഘട്ടത്തിലും പിന്നൊന്ന് കോളേജ് കാലഘട്ടത്തിലും. രണ്ടിലും കാശിയുടെ പ്രണയം ഫെയിലിയർ ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് പ്രണയം അടുത്തടുത്ത സമയത്ത് ഫെയിലിയർ ആയി കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയത് ഡബിൾ ഡോസിലായിരുന്നു. പക്ഷേ കാശി എല്ലാം ആദിത്യനോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവന്റെ മനസ്സിലെ ഭാരം ഒന്ന് ഇറക്കി വെച്ച ഒരു പ്രതീതിയായിരുന്നു. അതിനുശേഷം കാശിക്ക് ആദിത്യൻ ഒരു സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെയൊക്കെ ആയി കഴിഞ്ഞിരുന്നു. അതുകൊണ്ടായിരിക്കണം കാശി ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആദിത്യൻ തന്റെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞത്. ആദിത്യന്റെ പ്രണയം കാശിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. കാരണം കാശിയുടേതൊരു കൗമാരപ്രായ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രണയമായിരുന്നു. ആദിത്യൻ്റെത് അങ്ങനെയല്ലായിരുന്നു. ഒരു ഡിവോഴ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയായ കൃഷ്ണയോടായിരുന്നു ആദിത്യന്റെ പ്രണയം. ആ ഒരു റിലേഷൻ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂകമ്പം ഉണ്ടാവും എന്നൊക്കെ രണ്ടുപേർക്കും നല്ല ധാരണയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കിടയിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പോകെ പോകെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. ഡിവോഴ്സിന് ശേഷം ഒരു കുടുംബജീവിതം, വിവാഹ ജീവിതം കൃഷ്ണ സ്വപ്നം കണ്ടിരുന്നു ആദിത്യനായിട്ട്. പക്ഷെ ആദിത്യന് അത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വേറെ ഒന്നും കൊണ്ടല്ല, പുള്ളി ഫിനാൻഷ്യലി കുറച്ച് ഡൗൺ ആയിരുന്നു. ബിസിനസ് ഒക്കെ പൊളിഞ്ഞ് ലോണൊക്കെ എടുത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു വിവാഹ ജീവിതം, കുടുംബജീവിതം എന്നൊക്കെ പറയുമ്പോൾ അത് പെട്ടെന്ന് ഒന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ഡിസിഷൻ അല്ലായിരുന്നു. പക്ഷെ ആ ഒരു ചെറിയ പ്രശ്നം അവർക്കിടയിൽ തന്നെ കിടന്ന് വളർന്ന് വലുതായി രണ്ടുപേർക്കും മുന്നോട്ട് പോകാൻ പറ്റാത്ത തരത്തിലായി. സ്വാഭാവികമായിട്ട് അത് തന്നെ സംഭവിച്ചു. ആദിത്യനെ കൃഷ്ണക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെയാണ് പുള്ളി ഈ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ചെല്ലുന്നതും കാശിയെ കാണുന്നതൊക്കെ. പിന്നെ ഇതിന്റെ ക്ലൈമാക്സ് വായിച്ച് തീർന്നു കഴിഞ്ഞാലും ബുക്ക് നമ്മളെ ഇമോഷണലി ഒന്ന് കണക്ട് ആക്കുകയോ ഒന്ന് ഇമോഷണലി ചിന്തിപ്പിക്കുകയോ ഒക്കെ ചെയ്യണം. അതിനുവേണ്ടി ആയിരിക്കണം ഈ ക്ലൈമാക്സ് ഇങ്ങനെ അദ്ദേഹം എഴുതിയത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു റൊമാൻറ്റിക് നോവൽ എന്ന് പറയാൻ പറ്റില്ല. കാരണം പ്രണയത്തിന്റെ ഡാർക്ക് സൈഡാണ്. ഒരു പ്രണയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മനുഷ്യൻ എത്രത്തോളം തകർന്നു പോകും, ആ ഒരു ശൈലിയിലാണ് രാഹുൽ ഇത് എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒരു 2 മണിക്കൂറൊക്കെ മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു പുസ്തകം ട്രൈ ചെയ്ത് നോക്കുക. രാഹുൽ ആലങ്കുഴി എഴുതിയ K0 പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ഇരുധ്രുവങ്ങൾ.